ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് എസ് ശശികാന്ത് സമനം ചെയ്ത ടെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര, മീര ജാസ്മിൻ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുന്നത്. കൂടെ അളി വെൺകട്ട് ആൻഡ് ആടുക്കളം മുരുകദാസ്, പിന്നെ നാസർ, നമ്മുടെ തമിഴ് ആക്ടർ നാസർ, ഇവരൊക്കെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ സിനിമ പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ക്രിക്കറ്റ് ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ടെസ്റ്റ് ക്രിക്കറ്റിനിടയ്ക്ക് നടക്കുന്ന ഒരു ബെറ്റിങ്ങിൻ്റെ ചില കാര്യങ്ങളും പിന്നെ ഒരു ഫാമിലി സബ്ജക്റ്റൊക്കെയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ മീര ജാസ്മിൻ ഒരു പ്രധാനപ്പെട്ട വേഷം ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് മീര ജാസ്മിൻ ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഈ സിനിമയിൽ മാധവൻ, സിദ്ധാർത്ഥ് ഇവർ ഞങ്ങളുടെ പെർഫോമൻസുകളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ മീര ജാസ്മിൻ, ഈ കംബാക്ക് നടത്തിയ മീര ജാസ്മിന് ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു മികച്ച പ്രകടനം കാണിക്കാൻ വേണ്ടി പറ്റിയത് ഞാൻ കണ്ടത്. മീര ജാസ്മിൻ ഒരു മികച്ച നായികയാണെങ്കിൽ പോലും അവരുടെ ഒരു കംബാക്കായിട്ട് വന്നിട്ട് ഈ സമീപകാലത്തുള്ള സിനിമയിലൊന്നും അത്ര വലിയ ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. പകരം ഈ ഒരു സിനിമയിൽ ഇത്രയും മികച്ച ഒരു പെർഫോമൻസും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി മീര ജാസ്മിന് പറ്റി എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് പറയേണ്ടത്. പിന്നെ ഈ സിനിമയിൽ ചെറിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവർ പറയാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആ ഒരു തീം ക്രിക്കറ്റ് ബെറ്റിംഗ് പ്ലസ് ഫാമിലി സ്റ്റോറി, അത് വേറെ ലെവൽ സംഭവമായിരുന്നു. എനിക്ക് ആ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവരുടെ പെർഫോമൻസുകളും ഈ സിനിമ നന്നായിരുന്നു. ഇവരെല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഫുൾ ആക്ടേഴ്സാണ്. അതായത് സിദ്ധാർത്ഥ്, മാധവൻ, നയൻതാര, മീര ജാസ്മിൻ. പക്ഷേ ഈ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ കഥയും ഇവരുടെ പെർഫോമൻസ് തമ്മിൽ ഒരു മാച്ചിങ് ഇല്ലാത്ത കാര്യങ്ങൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംവിധായകൻ്റെ പിഴവ് തന്നെയാണ്. സംവിധായകൻ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഒരു ചെറിയ ഒരു തീമിന്, ഒരു ചെറിയ ഒരു ക്രിക്കറ്റ് ബെറ്റിംഗ് തീമിന് ഒരു ഹൈ ലെവൽ പെർഫോമൻസാണ് എല്ലാവരും കാണിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് നയൻതാരയായിരുന്നാലും മാധവനായിരുന്നാലും ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിക്കായി പോയ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രമായ അർജുൻ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറിനെ, ആ ഒരു പ്ലെയറിൻ്റെ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് നന്നായിട്ട് ചെയ്തെന്ന് പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ വൈഫായിട്ട് വരുന്ന മീര ജാസ്മിനും നൈസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവരുടെ കുട്ടിയായിട്ട് വരുന്ന ഒരു പയ്യനും നല്ലൊരു പെർഫോമൻസും കാരണം കാണിച്ചു. പക്ഷേ ആ സമയത്തും മാധവനിലേക്ക് നയൻതാരയിലേക്ക് എത്തുന്ന നേരത്താണ് അവിടെയാണ് ഈ ചെറിയ പെർഫോമൻസിൻ്റെ അല്ല, ഈ ഒരു സ്ക്രിപ്റ്റ് വർക്കിന് ചില പോരായ്മയും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റി. അത് ഒരു രീതിക്കുമുള്ള ഒരു ഈ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തീമിനോ അല്ലെങ്കിൽ അതിനൊത്ത രീതിക്കുള്ള ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഒരു നയൻതാരയ്ക്കും മാധവനും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അത് വേറെ ഒരു ട്രാക്കിൽ കൂടെയൊക്കെ പോകണമൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് പോയി. പിന്നെ വരുന്ന ഈ ആടുകളം മുരുകദാസ് എന്നൊരു ആക്ടറുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഈ പുള്ളിയുടെ ഒരു റോളും കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സീക്വൻസ് ഉണ്ട്. മാധവൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ എവർഗ്രീൻ ചോക്ലേറ്റ് ഹീറോയാണ്. നമ്മൾ എത്രയോ കൊല്ലം കൊണ്ട് കണ്ട ഒരു മികച്ച നടനാണ് ഈ ഒരു മാധവൻ എന്ന് പറഞ്ഞിരുന്നത്. ഈ മാധവൻ എന്ന് പറഞ്ഞ ഈ നടനെ ഈ ഒരു ആടുകളം മുരുകദാസ് എന്നൊരു കഥാപാത്രം അടിക്കുന്ന ഒരു സീനുണ്ട്. ആ സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു സ്റ്റാർ വാല്യൂ ഉള്ളതും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുമായ ഒരു ആക്ടറിനെ ഇങ്ങനത്തെ ഒരാളെ കൊണ്ട് അടുപ്പിക്കാന്നൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സീക്വൻസ് എടുത്തിരിക്കുന്നത് ഒട്ടും ഒരു അക്സെപ്റ്റിംഗ് ഉള്ളതൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ക്രിക്കറ്റ് ബെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം, അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ ഒരു കരിയറിൽ എങ്ങനെ ഒരു 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 സംഭവം അത് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അവിടെയും ഒരിക്കലും ആപ്റ്റാവാൻ നിൽക്കുന്ന 2 കഥാപാത്രങ്ങളായിരുന്നു ഈ നയൻതാരയും മാധവനും. അവർ രണ്ടുപേരും മാത്രം ഒരു ട്രാക്ക് മാറി വേറെ ഒരു കഥ പറയുന്നതും വേറെ ഒരു പെർഫോമൻസ് ആവുന്ന കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിപ്പോയി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സ്ക്രിപ്റ്റ് വർക്കിൽ ഈ സിദ്ധാർത്ഥിനും മീര ജാസ്മിനും കൊടുത്തിരിക്കുന്ന റോളും കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ മാധവൻ്റെ നയൻതാരയുടെ സ്പേസ് എത്തുന്നതിനകത്താണ് അവിടെ ഒരു ഭയങ്കരമായ ഒരു നോൺ ലോജിക്കും ഈ കഥയുമായിട്ട് ഒരു ബന്ധവുമില്ലായ്മയും കണക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മറ്റു പല താരങ്ങളും വരുന്നു പോകുന്നു, ആ ഒരു കാര്യം വെച്ച് അവർക്കൊന്നും ഇവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു 1 ടൈം വാച്ചബിൾ മൂവിയാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ സിനിമ. അത്ര വലിയ ഒരു കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ക്രിക്കറ്റ് ബെറ്റിംഗ്, ഒരു ഫാമിലി സ്റ്റോറി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവരെല്ലാവരും മാരക പ്രകടനം, അതാണ് ഈ സിനിമയുടെ ഒരു
രാപ്പകൽ വ്യത്യാസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ആ ഒരു കാര്യമാണ്. ഒരു രീതിക്കും ഒരു കഥയും പെർഫോമൻസ് തമ്മിൽ ഒരിക്കലും ഒത്തുപോകാതിരിക്കുള്ള ഒരു പ്രകടനമായി ഇപ്പോൾ എല്ലാവരും കാണിച്ചു വച്ചിരിക്കുന്നത്. അതാണ് അവരെ പറയാൻ വേണ്ടി അയച്ചൊരു തീമിന് അവർ ആപ്റ്റായ നടന്മാരെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു മികച്ച സിനിമയായിട്ട് മാറിപ്പോയേനെ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണ്, കഥ ഒരു വഴിക്ക്, പെർഫോമൻസ് വേറെ ഒരു വഴിക്ക്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവരുടെ ഈ കഥ വിട്ടിട്ട് ഇവരുടെ പ്രകടനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീര പ്രകടനം. പക്ഷേ ഈ പ്രകടനങ്ങളൊന്നും ഈ സ്ക്രിപ്റ്റിനോ കഥയ്ക്കോ ആപ്റ്റായിരിക്കുന്നുമില്ല. ഒരു നൈസ് പെർഫോമൻസ് കാണിക്കേണ്ടടുത്ത് ഓസ്കാർ ലെവൽ അഭിനയം കാണിച്ചിട്ടുണ്ട് എല്ലാവരും, ഇൻക്ലൂഡിങ് മീര ജാസ്മിനും സിദ്ധാർത്ഥും ആൾസോ. ഇതാണ് ഒരു മെയിൻ പ്രശ്നം. ആ ഒരു സ്ക്രിപ്റ്റിനൊത്ത ഒരു പെർഫോമൻസ് ലെവലൊന്ന് കുറച്ച് ചെയ്തിരുന്നെങ്കിൽ നന്നായി പോയേനെ എന്നുള്ള കാര്യം മാത്രമേ. ഇത് കുറച്ച് ഓവറായി പോയെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, ആ രീതിക്കാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ഓവർ ആക്ടിങ് ആണ് എല്ലാവരും. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മയായിട്ട് തോന്നുന്നത്. എടുത്തേക്കുന്ന ഒരു തീം സൂപ്പറായിരുന്നു. പിന്നെ അവരുടെ ആ തീമിനും കഥയ്ക്കും ഒത്ത രീതിക്ക് ഒരു പെർഫോമൻസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി പോയേനെ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് ടെസ്റ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.